അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെല്ലാവർക്കും ഉത്തമരാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച 5 കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമരാകാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് ഖുർആൻ പഠിക്കുന്നവരാവുക, അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നവരാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തെ ഒരു വഴിയാണിത്. ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പാഴാക്കി കളഞ്ഞ ധാരാളം സമയത്തിൻ്റെ പേരിൽ ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നു. അഥവാ ഖുർആനിൻ്റെ പഠനത്തിന്, അതേപോലെ തന്നെ അത് പഠിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്നു. ആ ഖുർആൻ പഠനത്തിലൂടെയും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്നതിലൂടെയും ശ്രേഷ്ഠരാകാൻ അവരെല്ലാവരും പരിശ്രമിച്ചതാണ്. ആ വഴി നമ്മളും സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യം, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, ശ്രേഷ്ഠരായ ആളുകൾ, അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, സൽസ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അപ്പോൾ റബ്ബിൻ്റെ അടുക്കൽ ശ്രേഷ്ഠരാകാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സ്വഭാവം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ, അതേപോലെ തന്നെ ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കാൻ, വാക്കും പ്രവൃത്തിയുമൊക്കെ ഒരു സൽ സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇടപാടുകളിലെ കൃത്യത പാലിക്കുന്ന ആളുകൾ. ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനുക്കും ഖദാഅൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ കടം വീട്ടുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വീട്ടുന്നവനാണ്. സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഈമാനിന്റെ മാപിനിയാണ്. കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് താമസിപ്പിക്കുന്നത് വലിയ അക്രമമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കടമിടപാടുകൾ നടത്തുമ്പോൾ, മറ്റുള്ള ആളുകളുമായി ഇടപാട് നടത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാക്കുക എന്നുള്ളതെല്ലാം ഉത്തമരാകാനുള്ള വഴിയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഗുണകാംക്ഷയുള്ള വ്യക്തിയാവുക എന്നുള്ളതാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുണമായി കൊണ്ട് പറഞ്ഞതാണ്, ഗുണകാംക്ഷയുള്ള, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തൻ്റെ നന്മ പ്രതീക്ഷിക്കപ്പെടുകയും തൻ്റെ തിന്മയെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ലാത്തവനുമാണ് എന്ന് പ്രവാചകൻ തിരുമേനി പറയുന്നുണ്ട്. അഥവാ ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരാശ്വാസം തോന്നണം, ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് സഹായമോ നല്ല വാക്കോ നല്ല ഉപദേശമോ ലഭിക്കുമെന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടാകണം. അത്തരം ആളുകൾ ഉത്തമരായ ആളുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവസാനമായി പ്രവാചകൻ തിരുമേനി പറയുന്നത്, ഖൈറുക്കും ലിഅഖിലിഹി വഅന ഖൈറുക്കും ലിഅഖിലി. നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്, ഞാനിതാ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഉത്തമരാരാണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് നമ്മുടെ കുടുംബത്തോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും സഹായിച്ചതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ കുടുംബത്തോട് നന്നായി പെരുമാറുന്ന ആളുകളാകാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു തന്ന 5 വഴികൾ, ഉത്തമരാകാൻ, ശ്രേഷ്ഠരാകാൻ, റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വം ലഭിക്കാനുള്ള വഴികളാണ്. നമുക്കൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും
ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.